Myself Alkesh, I am Senior IT Engineer in IPCS Global. What is Python? Python is a high-level interpreted programming language. ഇന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പൈത്തൺ ബേസിലാണ്. അതുകൊണ്ട് തന്നെ പൈത്തനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഒരു ഡൈനാമിക് പർപ്പസ് ലാംഗ്വേജ് കൂടിയാണ്. പഠിക്കാൻ എളുപ്പമാണ്. ഒരു ഫ്രം ദ സ്ക്രാച്ച് ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പൈത്തനെ കുറിച്ച് പഠിക്കാം. പൈത്തൺ കാരണം ഇന്ന് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിസിസ് മേഖലയിലും വളരെ മികച്ച തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മാറ്റങ്ങളാണ് പൈത്തൺ കാരണം വന്നിരിക്കുന്നത്. ഒരുപാട് ടൂൾസ് ഓർ ലൈബ്രറീസ് ആണ്, പൈത്തൻ്റെ ലൈബ്രറീസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡാറ്റാ സയൻസ് ആണെങ്കിലും ഡാറ്റ അനാലിസിസ് ആണെങ്കിലും AI ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഷീൻ ലേണിംഗ് പോലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഡീപ്പ് ലേണിംഗ്, AI ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും കോംപ്ലക്സ് മാത്തമാറ്റിക്സിനും അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പൈത്തൺ ലൈബ്രറീസിനെയാണ് ചൂസ് ചെയ്യുക. അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് ക്രിയേഷനിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് പോലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും നമുക്കുന്നുണ്ട്. ലാർജ് കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലൈബ്രറീസും ഇന്ന് പൈത്തന് അവൈലബിൾ ആയത്. അറൗണ്ട് ഒരു 1,37,000 ലൈബ്രറീസ് ഇന്ന് പൈത്തന് കറൻ്റ് അവൈലബിൾ ആണ്. അതിൽ നമുക്കറിയാവുന്നതും നമുക്ക് ഏറ്റവും എളുപ്പമായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെയുള്ള ലൈബ്രറീസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈ നമ്മൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോട്ടിഫൈ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈവാട്ട് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. സോ ഇതേപോലുള്ള ലൈബ്രറീസിൻ്റെ ഏറ്റവും കൂടുതൽ ലൈബ്രറീസും ഇന്ന് പൈത്തണുള്ളത്. പൈത്തൺ ഒരു ഡൈനാമിക് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഏതൊരു ബിഗിനേഴ്സിനും എളുപ്പത്തിൽ എക്സ്പേർട്ട് ലെവൽ ആയിത്തീരാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ള കോഡിംഗ് മെത്തേഡ്സ് ആണ് പൈത്തണിൽ ഇന്ന് ഉള്ളത്. പൈത്തൺ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഹൈ ലെവൽ ലാംഗ്വേജ് കൊണ്ട് തന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമാണ് പഠിക്കുക. ഇപ്പോൾ കമ്പയർ ടു ജാവ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാവയുടെ സിൻടാക്സും പൈത്തൻ്റെ സിൻടാക്സും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് പൈത്തൺ എന്നും എന്താണ് ജാവ എന്നും. ജാവനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെങ്ത് കുറവാണ്. ജാവ എന്നല്ല ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിനെ പറയുകയാണെന്നുണ്ടെങ്കിലും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പൈത്തൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്കറിയാം ഇന്ന് കറൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 100 എബോ ലാംഗ്വേജസ് ഉണ്ട്. 100 എബോ ലാംഗ്വേജസിലും യൂസ് ചെയ്യുന്ന സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ഊപ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടും ആൾക്കാർ പൈത്തൺ ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാൻ കാരണം. അത് മാത്രമല്ല പൈത്തനെ പറയുന്നുണ്ട് സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്ക് ഓരോ കോഡിംഗ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ എല്ലാ സിൻടാക്സുകളും നമുക്ക് സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഏതൊരു ലെവലിലുള്ള IQ ലെവലിലുള്ള ആൾക്കാർക്കും പൈത്തൺ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വലിയ തരത്തിലുള്ള അരിത്മെറ്റിക് ലോജിക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലോജിക്കോ പ്രോഗ്രാമിംഗ് ബേസോ പൈത്തൺ പഠിക്കാൻ വേണമെന്നില്ല. സോ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ആയാലും ഇതേപോലുള്ള വെബ്സൈറ്റ്സ് ആയാലും ഇതേപോലെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയാലും അത് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതലും ഇന്ന് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പൈത്തണാണ്. സോ എന്താണ് പൈത്തൺ, എങ്ങനെയാണ് പൈത്തൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.